ശ്രദ്ധേയമായ ഒരു വാക്യമാണ് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ക്രൈസ്തവ സമൂഹം ലോകം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചകളെ ഓർക്കുകയും അവരൊക്കെ അതിനുവേണ്ടി നൊയമ്പ് ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വാക്യത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചു. എന്താണ് നിവൃത്തിയായത് എന്ന് ഓടിച്ച് പറഞ്ഞ് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെതിരായി നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്നുമുണ്ട്. ദൈവത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും വിരോധമായി മനുഷ്യ സൃഷ്ടി മുതൽ അവൻ നമുക്കെതിരെ പോരാടുകയാണ്. പക്ഷെ നമ്മൾ അവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ പിശാചാകുന്നതിന് മുമ്പ് 6 ചിറകുകൾ ധരിച്ച് ദൈവത്തെ ആരാധിച്ച ഒരു ദൂതനാണ്. അവൻ്റെ ഉള്ളത്തിൽ നിഗളമുണ്ടായി ദൈവത്തോട് മത്സരിച്ച് ദൈവത്തോട് സമനാകാനും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ അവൻ്റെ സിംഹാസനം വെക്കുവാനും അവൻ്റെ ഉള്ളത്തിൽ തീരുമാനിച്ചപ്പോൾ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് അവനെ വെട്ടി. ഒറ്റ വെട്ടിൽ അവന് നഷ്ടപ്പെട്ടത് 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിൽക്കുന്ന 6 ചിറകുകളും ദൈവം അരിഞ്ഞു കളഞ്ഞു. അവൻ്റെ എല്ലാം നിഗളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും എല്ലാം ചിറക് ദൈവം അരിഞ്ഞു. വീണത് ചിറകില്ലാത്തവനായിട്ടാണ്. അന്ന് തൊട്ട് അവനിവിടെ എഴയുക. അവൻ എഴഞ്ഞ് ഏതനി കയറി, അമ്മാമ്മ നോക്കി നിൽക്കുമ്പോൾ എഴഞ്ഞ് മരത്തെ കയറി ഫ്രൂട്ട്സ് പറിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാൻ അവന് കഴിവുണ്ടെങ്കിലും അവൻ അന്നും ഇന്നും എഴയുകയാണ്. എഴയുന്നവൻ്റെ തല ഇന്നേക്ക് 2000 വർഷം മുമ്പേ കാൽവറിയിൽ കർത്താവ് തകർത്തു. ഒരല്ലേ പറയണം. സ്വർഗം അവൻ്റെ ചിറകും വെട്ടി, കർത്താവ് അവൻ്റെ തലയും തകർത്തു. ബാക്കി ഇട്ടുകൊണ്ട് അവൻ നമ്മളോടൊക്കെ പോരാടുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അത് കണ്ട് നമ്മൾ പേടിക്കണം. ഇതിനെ ജയിക്കാൻ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത് ആത്മാവിൻ്റെ അധികാരമാണ്. അത് പ്രാപിച്ചവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞു. മനുഷ്യന്റെ എല്ലാ പണികളും ആകാശം വരെ മുട്ടുന്ന പണിയായിട്ട് ഉയർന്നു വന്നപ്പോൾ ആ പണിയെ തമ്പുരാൻ പൊളിച്ചത് പാശ കലക്കിയാണ്. മനുഷ്യന്റെ പണി കലക്കിയത്, പൊളിച്ചത് പാശ കലക്കിയാണെങ്കിൽ യേശു പറഞ്ഞു ഞാൻ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ സഭയ്ക്ക് തന്നത് പാശയാണ്. പാശ കലക്കി മനുഷ്യന്റെ പണിയെ, നിമ്രോദിന്റെ പണിയെ, ബാബേലിന്റെ പണിയെ പൊളിച്ചെങ്കിൽ പാശ തന്ന് ബെന്തക്കോസ് നാളിൽ സഭയുടെ പണി തുടങ്ങി. ഇന്ന് രാത്രി ലോകം മൊത്തം നിനക്കെതിരായാലും അകത്ത് പറയാൻ ദൈവം ഒരു പാശ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ജയിക്കാൻ ഒരു പൈശാചിക ശക്തിയും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ആത്മാവിൻ്റെ അധികാരമുള്ള പാശ തന്നിരിക്കുന്നത് ഇന്ന് രാത്രി നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നിന്റെ സഭയുടെ വളർച്ചയ്ക്കെതിരെ ഒക്കെ വ്യാപരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളുടെ മേൽ ജയമെടുക്കാൻ ദൈവം തന്നിരിക്കുന്നതാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ ഭാഷയിൽ പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും മാത്രം അറിയാവുന്ന ഭാഷ, പിശാചിന് ഒരിക്കലും പിടികിട്ടാത്ത ഭാഷ. അത് ഇന്ന് രാത്രി പറയാൻ ലജ്ജിക്കരുത്. ബെന്തക്കോസിന്റെ ഗുണം അതാണ്. ബെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ ഒരുക്കപ്പെട്ട 120 പേര് കാത്തിരിക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിയ അഗ്നിയുടെ അഭിഷേകം അവരുടെ നാവിൽ പതിച്ചപ്പോൾ അവർ 120 പേരും അന്യഭാഷകളിൽ സംസാരിച്ചു. സ്തോത്രം. തൊട്ടകലെ വലിയ ദേവാലയം, ഇവിടെയൊക്കെ ഉള്ളതിനേക്കാളൊക്കെ വലിയ ദേവാലയം, യെരൂശലേം ദേവാലയം, യഹൂദന്റെ അഭിമാന സ്തംഭമായ യെരൂശലേം ദേവാലയം.
അവിടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓടി വന്നത് ഈ 120 പേരുടെ യോഗത്തിനിടയ്ക്കുള്ള വെടിക്കെട്ട് കണ്ടോ മറ്റെന്തെങ്കിലും കേട്ടോ അല്ല വന്നത്. അവർ വന്നത് ഭാഷ കേട്ട. സ്തോത്രം പറഞ്ഞില്ല. 120 പേരുടെ നാവിൽ അവരവർക്ക് സംസാരിപ്പാൻ ദൈവം കൊടുത്ത ഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ അങ്ങ് അകലെ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടിയ ആളുകൾ ഇങ്ങോട്ട് ഓടി വന്നു. ഭാഷ വെളിപ്പെട്ട കസാറയെല്ലാം നിറയും. ഭാഷ വെളിപ്പെട്ടാൽ എല്ലാ തടസ്സങ്ങൾ മാറും. ആത്മാവിന്റെ ഭാഷ വെളിപ്പെട്ടപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന ആയിരങ്ങൾ ഓടി മർക്കോസിന്റെ മാളിക മുറിയുടെ വാതിക്കൽ വന്നെങ്കിൽ കൂനമ്മാവിലും അത് സംഭവിക്കുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന അഭിഷക്ത ഗണമുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. അവർ ഓടി വന്നപ്പോൾ 3000 പേരാ ഓടി വന്നതെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അവിടെ 30,000 പേര് വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ 30,000 വന്നാലും 3 കോടി വന്നാലും സ്നാനപ്പെട്ടവരുടെ കാര്യം പുസ്തകത്തിൽ എഴുതത്തുള്ളൂ. സ്തോത്രം പറഞ്ഞില്ല. ഈ ഭാഷ കേട്ടവിടെ ജനലക്ഷങ്ങൾ ഓടി വന്നു കാണും, എനിക്കറിയത്തില്ല. പക്ഷേ സ്നാനപ്പെട്ടവര് 3000 പേരാ. ഇന്ന് രാത്രിയിലും ആരെല്ലാം കൂടിയാലും പുസ്തകത്തിൽ സ്നാനപ്പെട്ടവന്റെ പേര് കാണും. ആ അഭിമാനത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് ദൈവം സഭയ്ക്ക് തന്ന ഭാഷ പറയാൻ മടിക്കരുത്. ആരെല്ലാം നിന്നെ കളിയാക്കിയാലും ആരെല്ലാം നിന്നെ കൊഞ്ഞനം കുത്തിയാലും നീ ആ ഭാഷ സഭയിൽ പറയണം, കൺവെൻഷനിൽ പറയണം, വീട്ടിൽ പറയണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാഷ പറയണം, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ആ ഭാഷ പറയണം. എന്നേരം നിന്റെ 7 അയലോക്കത്തെ പൈശാചിക പോരടുക്കത്തില്ല. നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ അഭിചാര ശക്തികളും നീ ഭാഷ പറഞ്ഞാൽ വേരോടെ കരിയും. സന്തോഷമുള്ളവരെ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവ മക്കൾക്ക് ദൈവം തന്ന ആത്മാവിന്റെ ഭാഷ. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശിലെ ഏറ്റവും അവസാനത്തെ മൊഴിയാണ് ഇന്ന് രാത്രി നമ്മളിവിടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിൽ കിടക്കുന്ന യേശു മൊഴിഞ്ഞ ശ്രദ്ധേയമായ 7 മൊഴികളുണ്ട്. 7 മൊഴികളുണ്ട്. അതെല്ലാം വിവരിക്കാനൊന്നും ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഒന്നാമതായി യേശു മൊഴിഞ്ഞ, തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞത്, ഒരു മനുഷ്യനും നാവെടുത്ത് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ യേശു കിടക്കുന്നത്. 2 കൈകളിൽ ആണി അടിച്ചിരിക്കുക. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ കൈയുടെ വെള്ളയ്ക്കല്ല. യഹൂദന്റെ യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലെ ചരിത്രങ്ങളും റോമൻ ഗവൺമെന്റ് നടപ്പാക്കിയിരുന്ന ക്രൂശീകരണത്തിന്റെ വ്യവസ്ഥകളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ കൈയുടെ ഈ ഭാഗത്താണ് ആണി അടിച്ചേക്കുന്നത്. ഈ ഭാഗത്ത് ഞരമ്പുകൾ വ്യക്തമാക്കി മനസ്സിലാക്കി അതിനകത്തൂടെ ആണി നേരെ വെച്ചിട്ട് ചുറ്റിയേക്ക് അടിക്കുകയല്ല. ആണി അവിടെ ഉറപ്പിച്ചിട്ട് അത് പതുക്കെ പതുക്കെ അമക്കിത്ത് അത് തടിയോടടുക്കുമ്പോഴാണ് ചുറ്റിയേക്ക് അടിക്കുന്നത്. അതുവരെ ആ വേദന മുഴുവൻ സഹിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന ആ പൾസുള്ള ഭാഗത്തോട്ട് ജീവന്റെ നായകനായ യേശുവിന്റെ കൈത്തണ്ടയിൽ 2 കൈയിലും ആണി അടച്ച് തറച്ച് കാല് മുട്ടൊരൽപ്പം മടക്കി 2 കാലും ചേർത്ത് വെച്ച് ആണിയടിച്ചു കിടക്കുന്ന യേശുവിന് ഓക്സിജൻ കിട്ടാനോ ശ്വാസമെടുക്കാനോ കഴിയാതിരിക്കുന്നെങ്കിലും കോമായി കിടന്നല്ല മരിച്ച. ഒരു സ്തോത്രം പറയണം. രക്തം ഒഴുകാൻ തുടങ്ങിയത് ആണി അടിച്ചപ്പോഴല്ല. യേശുക്രിസ്തുവിന്റെ രക്തം ഒഴുകാൻ തുടങ്ങിയിട്ട് നീണ്ട മണിക്കൂറുകളായി. ഒന്നാമതായി രക്തം ഒഴുകിയത് മനുഷ്യൻ ഉപദ്രവിച്ചോ റോമൻ പട്ടാളം ആക്രമിച്ചോ ഒന്നുമല്ല രക്തം ഒഴുകിയത്. ആ രക്തം എങ്ങനെ ഒഴുകിയെന്ന് അനുഭവിച്ച പുത്രനും ശിക്ഷിച്ച ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. ഗെത്സമനെ എന്ന തോട്ടത്തിൽ യേശു കർത്താവ് പോയി 3 ശിഷ്യന്മാരെ ഒലിവുമലയിൽ ഇരുത്തിയിട്ട് 8 ശിഷ്യന്മാരെ ഒലിവുമലയുടെ വാതിക്കൽ ഇരുത്തിയിട്ട്
യേശു തനിയെ ഒരു കല്ലേറ് ദൂരം ചെന്നിട്ട് മുട്ടുമേൽ നിന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആദാമ്യ വർഗത്താൽ മനുഷ്യകുലത്തിന്റെ മേൽ ഉളവായ മുഴുവൻ പാപവും, ആ പാപത്തിന്റെ ശിക്ഷയും, മുഴുവൻ ശാപവും, ആ ശാപത്തിന്റെ ശിക്ഷയും, മനുഷ്യകുലത്തിന്റെ മേലുള്ള മുഴുവൻ രോഗവും യേശുവിന്റെ മേൽ ചുമത്തുകയാണ്. പാപവും ശാപവും രോഗവും ചുമത്തപ്പെടുമ്പോൾ അവൻ പ്രാണവ്യഥയിലായി. ഗെത്സമനെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയാത്തത്ര വേദന ഉളവാക്കുന്ന സ്ഥലമാണ്. നിങ്ങള് ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കുന്ന വളരെ പ്രയോജനപ്പെടും. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം 38-ാമത്തെ വാക്യവും. ദേവദാസന്മാരുടെ വാക്യം ഒന്ന് വായിച്ചു വേഗത്തില. 26, 37, 38, 39 വായിച്ചു. പത്രോസിനെയും ശബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായി തീർന്നിരിക്കുന്നു. വ്യാകുലപ്പെട്ടും ദുഃഖിച്ചും തുടങ്ങി എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്നവരോട് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണ് പിതാവേ, കരഞ്ഞ സ്ഥലം. ഒരു ഹല്ലേലൂയ പറയണം. ഗെത്സമന എന്ന തോട്ടത്തിൽ ചെന്ന് കർത്താവ് വ്യാകുലപ്പെട്ടു. ഗെത്സമന വ്യാകുലത്തിന്റെ സ്ഥലമാണ്. ഗെത്സമന ദുഃഖത്തിന്റെ സ്ഥലമാണ്. ഗെത്സമന മരണഭീതിയുടെ സ്ഥലമാണ്. ഗെത്സമന പ്രാണവേദനയുടെ സ്ഥലമാണ്. ഗെത്സമന ദേഹത്തിന്റെ ബലം മുഴുവൻ ക്ഷയിച്ചിട്ട് കവിണ് വീണ് കിടന്ന് കരഞ്ഞ സ്ഥലമാണ്. സ്നേഹിത, ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കേണ്ടതിന്, നിന്നിലെ പാപത്തിന്റെ മരണകരമായ കെട്ടഴിക്കേണ്ടതിന്, നിന്റെ മേലുണ്ടായ ആദാമ്യ വർഗത്തിന്റെ ശാപം നീക്കേണ്ടതിന്, നിന്റെ മേൽ ഉളവാകുന്ന സകല രോഗങ്ങളെ നീക്കേണ്ടതിന്, യാതൊരു രോഗവുമില്ലാത്ത, ശാപമില്ലാത്ത, പാപമില്ലാത്ത ഉലകത്തിലെ ഏക പരിശുദ്ധന്റെ മേൽ നമ്മുടെ മുഴുവൻ പാപങ്ങൾ ചുമത്തപ്പെട്ടപ്പോൾ അവൻ വ്യാകുലപ്പെടുവാനും, അവൻ കവിണ് വീണ് കരയുവാനും ദുഃഖിക്കുവാനും തുടങ്ങി. യേശുവിന്റെ കാൽവരി മരണത്തെ ലാഘവത്തോടെ കാണരുത്. പ്രിയ സ്നേഹിത, നിന്നെയും എന്നെയും കർത്താവിന്റെ മക്കളാക്കി തീർക്കുവാൻ കാൽവറിയിൽ എന്താണ് നിവർത്തിയായതെന്ന് ഈ രാത്രി മറന്നു പോകരുത്. ഗെത്സമനയിലാണ് ഏറ്റവും ആഴമായ മുറിവേശുനേറ്റത്. കൈക്ക് മുറിവേക്കുന്നതിന് മുമ്പേ, തലയ്ക്ക് മുറിവേക്കുന്നതിന് മുമ്പേ, പുറം ചാട്ടവാറിനാൽ ഉഴവുചാല് പോലെ കീറുന്നതിന് മുമ്പേ, വിലാപ്പുറം കുത്തിക്കീറുന്നതിന് മുമ്പേ ആരും കാണാത്ത മുറിവ്. അത് 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, യേശു ജനിക്കുന്നതിന് 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെശയ്യാവെന്ന ശ്രേഷ്ഠ പ്രവാചകന്റെ പ്രാർത്ഥനാ മുറിയിൽ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം കാണുകയെ ആത്മാവിൽ. അദ്ദേഹം 63-ാം അധ്യായത്തിൽ ചോദിച്ചു, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചു കൊണ്ടുവരുന്ന ഇവൻ ആര്? നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നതെന്ത്? വെണ്മയായ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഗെത്സമനയിൽ കയറിപ്പോയവന്റെ വസ്ത്രം ചുമന്നു, രക്താംബരം പോലെ ചുമന്നു. അവൻ മറുപടി പറഞ്ഞു, ഞാൻ ഏകനായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മുന്തിരിച്ചക്ക് ചവിട്ടിയപ്പോൾ എന്റെ വസ്ത്രം ചുമന്നതാണ്. ആ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 63-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ
നടകൊള്ളുന്ന ഒരുവനാർ. അടുത്ത വാക്യം, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ഇന്ന് രാത്രി പന്തൽ ഒരുവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അത് രക്ഷിപ്പാൻ വല്ലഭനായ എന്റെ യേശുവ. സ്നേഹിത സഹോദരി, നിന്റെ വിഷയം എന്തുമാകട്ടെ, ഇന്ന് രാത്രി ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിലും രക്ഷിക്കാൻ കഴിവുള്ള ഒരു യേശു ഈ രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ രക്ഷിപ്പാൻ വല്ലഭന. അടുത്ത വാക്യം വായിക്കുന്നു, നിന്റെ ഉടുപ്പ് ചുമന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. നീ എന്ന പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് നിരപ്പിക്കാൻ ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ഒരല്ലേലൂയ പറയണം. ഈ സംഭവം നടക്കുന്നതിന് 6 ദിവസങ്ങൾക്ക് പുറകിൽ ഈ വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത വെണ്മ മറുരൂപമലയിൽ പ്രാപിച്ച വസ്ത്രമാ. ആ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് ശിഷ്യന്മാരുടെ കാല് തോർത്തറയിൽ ചുറ്റി കഴുകിയത്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ സ്തോത്രഗാനം പാടി ഒലിവുമലയ്ക്ക് പോയത്. ക്രൂശേക്കാൻ, ആണിയടിക്കാൻ, മുൾക്കിരീടം തറയ്ക്കാൻ പാട്ടുപാടിക്കൊണ്ടുപോയൊരു നേതാവ് ഞങ്ങൾക്കുണ്ട്. അവന്റെ പേരാണ് യേശുവെന്ന് മരണത്തെ പാടിക്കൊണ്ട് സ്വീകരിച്ച ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് സഭയുടെ നാഥനായ യേശുവ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു അതിന് മുമ്പ് പാടിയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശു ഗെത്സമനിലേക്ക് പോയത് പാട്ടുപാടിക്കൊണ്ട. മരണമെന്ന മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളത്തെ സ്വീകരിക്കാൻ യേശു ഗെത്സമനിലേക്ക് നടന്നു പോയത് സ്തോത്രഗാനം പാടിക്കൊണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രി നിരാശപ്പെടരുത്. ഏത് കഷ്ടതയ്ക്കും പിൻപിലും ഒരു വിടുതലിന്റെ കരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ട്. അവൻ അകത്ത് കയറി പ്രാണവ്യധിയിലായപ്പോൾ, അവൻ വ്യാകുലപ്പെട്ടപ്പോൾ ഭീതിജനകമായ ഏകാന്തത അനുഭവിക്കുകയാണ്. ശിഷ്യന്മാരുണ്ട്, അവർ കല്ലേറ് ദൂരെ ഇരുന്ന് ഉറങ്ങുകയാ. ബാക്കി 8 പേരുണ്ട്, അവർ ഒലിവുമലയുടെ വാതിക്കലിരിക്കുകയാ. വേറെ ഒരുത്തനുണ്ട്, അവൻ ഒറ്റിക്കൊടുക്കാൻ പോയിരിക്കുകയാ. ഗെത്സമനയിൽ ആരും കൂടെയില്ല. ഒരല്ലേലൂയ പറയണം. ജീവിതത്തിന്റെ കഷ്ടതയുടെ ക്രൂശേക്കാൻ പോകുമ്പോൾ ഏകാന്തതയുടെ ഭീതിജനകമായ ഭാരം നിന്ന ഹൃദയത്തെ തകർത്തു കളഞ്ഞു എന്ന് 69 സങ്കീർത്തനക്കാരൻ പറയുന്ന അനുഭവം. പ്രാണവ്യതയിലായ സംഭവം. ഉറച്ച നിലവിളിച്ച സ്ഥലം ആരും നിലവിളി കേൾക്കാനില്ല. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് പിടിപ്പിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിച്ചെങ്കിൽ ഗെത്സമനയിൽ താന് ആ പാനപാത്രം നീങ്ങുമോ എന്നറിയാൻ പിതാവിനോട് വാവിട്ട് നിലവിളിച്ചു. പിതാവ് പറഞ്ഞു, പുത്ര, നീ ഈ പാപത്തിന്റെ, ഈ മ്ലേച്ഛതയുടെ, ഈ അശുദ്ധിയുടെ, ഈ മരണത്തിന്റെ, ഈ ശാപത്തിന്റെ, ഈ രോഗത്തിന്റെ കൈപ്പേറിയ പാനപാത്രം കുടിക്കുന്നില്ലെങ്കിൽ എനിക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ആദാമ്യവർഗത്താൽ ഉളവായ പാപത്തിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒറ്റ മാർഗം, പാപമില്ലാത്ത എന്റെ മടിയിൽ പ്രമോദിച്ച നീ ഈ പാനപാത്രം കുടിച്ചേ മതിയാകത്തുള്ളൂ. പുത്രൻ പറഞ്ഞു, പിതാവേ, ഞാനിത് കുടിക്കാതെ മനുഷ്യവർഗത്തിന്റെ പാപം നീങ്ങിക്കൂടാ എന്നുണ്ടെങ്കിൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ. പിതാവിന്റെ ഹിതത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അത് കുടിക്കാൻ തയ്യാറായപ്പോൾ പുസ്തകം ഇങ്ങനെ എഴുതി, സ്വന്തം പുത്രനെ ആദരിക്കാതെ. എത്ര പേര് ചേർന്ന് പറയാൻ തയ്യാറുണ്ട്?
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന ദൈവത്തിന്റെ മഹാസ്നേഹം ഈ രാത്രി ദീർഘദൂരം യാത്ര തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് ആ സ്നേഹമാണ്. അതുകൊണ്ടാണ് നിക്കോദീമോസ് എന്ന് പറയുന്ന വലിയ പ്രമാണിയായ പരീശന്മാരുടെ പ്രമാണിയായ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസിനോട് കർത്താവ് സംസാരിക്കും പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഇന്ന് രാത്രി നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ പാപിയായി ദോഷിയായി ഒരു കണ്ണിനും ദയയില്ലാതെ അല്ലെ ലോകം നിന്നെ വിടക്കെന്നെ പുച്ഛിച്ചു തള്ളിയപ്പോൾ നിന്നെ തേടി വന്ന സ്നേഹമാണ് കാൽവറിയിലെ ക്രിസ്തുവിന്റെ സ്നേഹം. അതുകൊണ്ടാണ് യോഹന്നാൻ കാൽവറി ക്രൂശിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ക്രൂശിൽ എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. ക്രൂശിനെ കാണുമ്പോൾ നിന്റെ വീണ്ടെടുപ്പിന്റെ സ്നേഹം തിരിച്ചറിയണം. Praise the Lord. Praise the Lord. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ രക്തധമനികൾ പൊട്ടി. ഓരോ രോമകൂപത്തിൽ കൂടെ മനുഷ്യന്റെ ജീവൻ നിൽക്കുന്ന രക്തം പുറത്തേക്ക് വലിയ രക്തത്തുള്ളികളായി പ്രവഹിച്ചു. അവിടെ വെച്ച് മരിക്കുമെന്ന് തോന്നുന്ന ശരീരം ബലഹീനമായ സമയത്ത് പിതാവ് ദൂതനെ ഇറക്കി തന്നെ ശക്തീകരിച്ചു. ഒരു സ്തോത്രം പറയണം. കാൽവറി കൊലമരത്തിലെ മരണം സംഭവിക്കാതെ ഗെത്സമനയിൽ വെച്ച് മരിച്ചു മാറ്റപ്പെടാനുള്ള ഗൂഢമായ പിശാചിന്റെ പദ്ധതികളെ പൊളിച്ച് യേശുവിനെ ശക്തീകരിക്കുമ്പോൾ ഈ ഉലകത്തിൽ ആർക്കും അലക്കി വെളുപ്പിപ്പാൻ കഴിയാതെ ധരിച്ചു കൊണ്ടുപോയ വെണ്മയേറിയ വസ്ത്രം ഒരു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ വസ്ത്രം പോലെ ചുമന്നു. ഒന്നാമത്തെ മുറിവ് റോമൻ പട്ടാളം അടിച്ചുള്ള മുറിവല്ല. ഒന്നാമത്തെ മുറിവ് ആണി തറച്ചുള്ള മുറിവല്ല. ഒന്നാമത്തെ മുറിവ് മുൾക്കിരീടം തറച്ചുള്ള മുറിവല്ല. ഒന്നാമത്തെ മുറിവ് അകത്തെ മുറിവാണ്. അകത്തെ മുറിവുള്ള അവനാ പറഞ്ഞത്, നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നെങ്കിൽ, മനസ്സ് നുറുങ്ങിയിരിക്കുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവൻ നീ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകൾ അകത്തനുഭവിച്ചവനാ. സന്തോഷമുണ്ട്, സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിന്റെ സകല ഭാരവും എന്റെ മേലിട്ടോ, ഞാൻ നിന്നെ പുലർത്താമെന്ന് യേശു പറഞ്ഞത്. ഗെത്സമനയിൽ അകത്ത് മുറിവേറ്റ ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ അകത്തെ മുറിവ് ആര് കണ്ടിട്ടില്ല. നിന്റെ വീട്ടിലുണ്ടായ മുറിവുകൾ ഭർത്താവിന്റെ നിമിത്തമോ ഭാര്യയുടെ നിമിത്തമോ മക്കളുടെ നിമിത്തമോ മരുമക്കളുടെ നിമിത്തമോ അയൽപക്കക്കാരുടെ നിമിത്തമോ പൈശാചിക പോരുകൾ മൂലമോ ആഭിചാര മണ്ഡലങ്ങൾ മൂലമോ നേർച്ച കാഴ്ചകൾ മൂലമോ പൂജകളോ മന്ത്രങ്ങളോ മൂലമോ ശാരീരിക രോഗങ്ങൾ മൂലമോ നീ ഒറ്റയ്ക്ക് ഹൃദയത്തിൽ അനുഭവിക്കുന്ന കൈപ്പേറിയ മുറിവുകളെ കണ്ട് ഈ രാത്രി സ്വർഗം പറയുകയാണ്, ഞാൻ ഗെത്സമനയിൽ അകത്ത് മുറിവേറ്റവനാ, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും, നിന്നെ വിടുവിപ്പാൻ കഴിയും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്തേറ്റ മുറിവ് എത്ര ആഴമുള്ളതായാലും അതിനെ വെച്ചു കെട്ടുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. അതിനെ വെച്ചു കെട്ടുന്ന ഒരു യേശു ഉണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് രാത്രി അകത്തേറ്റ മാരകമായ മുറിവുകളെ കെട്ടുവാൻ. ഓ ഹല്ലേലൂയ. ഗെത്സമനയിലാണ് പിതാവിന്റെ തിരുഹിതത്തിന് പുത്രൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഗെത്സമനയിലാണ് ഒറ്റപ്പെട്ടവനെ ശക്തീകരിക്കാൻ പിതാവ് ദൂതനെ അയച്ചത്. ആ വാക്യം കൂടെ ദേവദാസ ഒന്ന് വായിച്ചേര്. ലൂക്കോസ് 22:43. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന്. ലൂക്കോസ് 22:43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന്
പ്രത്യക്ഷനായി. ഗെത്സമന ഒറ്റപ്പെട്ടു പോയവനെ, അകത്തു മുറിവുണ്ടായി രക്തം വാർന്നൊഴുകിയവനെ, മരണഭീതിയിലായവനെ, വ്യാകുലപ്പെട്ടവനെ, നിന്ന ഏറ്റെടുത്തവനെ, പാപം വഹിച്ചവനെ ശക്തീകരിക്കാൻ സ്വർഗമിറങ്ങിയ സ്ഥലം. ഒരു സ്വത്രം പറയണം. ഇന്ന് രാത്രി ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, 3.5 വർഷം കൂടെ വന്ന ശിഷ്യന്മാരില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എന്റെ സ്നേഹിത, നീ ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ ഉറക്കെ കരയുന്നിടത്ത് നിന്നെ ശക്തീകരിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ രാത്രി കൺവെൻഷൻ ആണെങ്കിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. നീ ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി നിന്റെ കൂടാരത്തിനകത്ത് ഗെത്സമനിൽ ഇറങ്ങി അതേ ദൂതനെ ഇറക്കി നിന്നെ ശക്തീകരിക്കാൻ യേശു മതിയായവനാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഗെത്സമന ഒറ്റിക്കൊടുക്കേണ്ട സ്ഥലമാണ്. യേശുക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റപ്പോൾ ദീവട്ടിപ്പന്തങ്ങളും വടിയും വാളും കുന്തവുമൊക്കെയായി ഒരു പറ്റം പടയാളികൾ, ഒരു പറ്റം രാജസേവകരും മതത്തിന്റെ ആളുകളും ചേർന്ന് യൂദയുടെ നേതൃത്വത്തിൽ വന്ന് യൂദ അവനെ ചുംബനം ചെയ്യാൻ തുടങ്ങുമ്പോൾ യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്നേഹിത, നീ ഒരു ചുംബനം കൊണ്ടോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഗെത്സമന ഒറ്റിക്കൊടുക്കലിന്റെ സ്ഥലമാ. പക്ഷെ യേശു ആരാന്ന് നിങ്ങൾ അറിയണം. രാത്രി മുഴുവൻ രക്തം മുഴുവൻ ദേഹത്തൂന്ന് വാർന്നൊലിഞ്ച് ഇട്ട വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ വസ്ത്രം പോലെ ചുമക്കുന്നത് പോലെ രക്തം പോയി. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്ന പടയാളികൾ തപ്പുകയാ, യൂദയും അല്പം തപ്പുകയാ. ആരെ ചുംബിക്കണമെന്നറിയത്തില്ല. അപ്പൊ യേശു ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്നേ? അവര് പറഞ്ഞു, നസ്രയനായ യേശുവിനെയാ. യേശു പറഞ്ഞു, അത് ഞാനാന്ന് പറഞ്ഞപ്പോ വടിയുള്ളവനും വാളുള്ളവനും പരിചയമുള്ളവനും കുന്തമുള്ളവനും 30 വെള്ളിക്കാശുള്ളവനും പുറകോട്ട് വീണു. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി യേശു ആരാന്ന് പലർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ടാൽ അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു പടയാളിക്കും കഴിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശു ഞാനാണെന്ന് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന അധികാരപത്രം കയ്യിലുള്ള ചേവകന്മാരും പടയാളികളും പുറകോട്ട് വീണെങ്കിൽ ഇന്ന് രാത്രി അവന്റെ നേരെ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഉലകത്തിലില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതി. യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അവരവനെ പിടിച്ച് അതേ മാരകമായ വിധത്തിൽ കർണത്തടിച്ച് റൂമാലുകൊണ്ട് മുഖം കെട്ടി കണ്ണുകെട്ടി രോമം പിഴുതു പറിച്ച് വിധിക്കും മുമ്പേ, വിസ്തരിക്കും മുമ്പേ, കുറ്റം തെളിയും മുമ്പേ, കുറ്റവാളി എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടും മുമ്പേ, കോടതിക്ക് ബോധ്യപ്പെടും മുമ്പേ പിടിച്ചവരവനെ ശിക്ഷിക്കാൻ തുടങ്ങി. ആ രാത്രിയിൽ നേരെ പീലാത്തോസിന്റെ അരമന, നേരെ കയ്യഫാവിന്റെ അരമന, കന്യാവിന്റെ അരമന, ഹേരോദാവിന്റെ അരമന, വീണ്ടും പീലാത്തോസിന്റെ അരമന. രാത്രിയിൽ കോടതി കൂടാൻ നിയമമില്ലാതിരുന്നിട്ടും സകല നിയമങ്ങളെ കാറ്റിൽ പരത്തിക്കൊണ്ട് സകല നിയമങ്ങളെ ഉണ്ടാക്കി അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശുവിനെ അകാരണമായി ആ രാത്രിയിൽ വിസ്തരിച്ചു. വിസ്തരിച്ച മുഴുവൻ പേരും പറഞ്ഞു, ഇവന് ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് ആവർത്തിച്ചു പറഞ്ഞു, പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ഹേരോദാവ് പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞിട്ടും നീതി ലഭിക്കാതെ അവനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമ്പോൾ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപം പേറിക്കൊണ്ട് പീലാത്തോസിന്റെ അകത്തെ കൽത്തളമെന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവന്റെ ആ വസ്ത്രം അടിച്ചു മാറ്റി ഒരു രക്താംബരം ധരിപ്പിച്ച് കയ്യിൽ ഒരു പിടി ഈസോപ്പ് തണ്ട് പിടിപ്പിച്ച് യേശുവിനെ ഒരു ഞാങ്ങയുടെ കമ്പ് പോലെ അവരെ കൈ കൊടുത്തിട്ട് തലയിലേക്ക് ഒരു മുൾക്കിരീടം വെച്ച്, പ്രിയരെ നിങ്ങൾ ആരെങ്കിലും കാണുന്ന 2 വള്ളി ചുറ്റി അതേ 3 മുള്ളു നിൽക്കുന്ന ഒരു കിരീടമല്ല യേശുവിന്റെ തലയെ വെച്ചത്. ദൈവദാസനെ സമയമില്ലെങ്കിൽ ഒന്ന് വായിക്കണേ. 27-ാം അധ്യായം മത്തായി 29-ാമത്തെ വാക്യം.
27-29 എടുത്തവര് വായിച്ചോ, ഞാൻ വേഗം പറഞ്ഞോളാം. ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ്. എന്റെ പ്രിയരെ, കൂനമ്മാവിലുള്ള എന്റെ സഹോദരങ്ങളെ, എന്റെ ശ്രോതാക്കളെ, വള്ളി കൊണ്ടൊരു കിരീടമല്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞു, അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, 173 മുള്ളുകൾ ചേർത്ത് പാമയുന്ന പോലെ കിരീടം മെടഞ്ഞു. യഹൂദ രാജാക്കന്മാരുടെ തലയിൽ വെക്കുന്ന കിരീടം അത് വള്ളിയല്ല, വള്ളിയെ 3 മുള്ളല്ല, മുള്ള് തന്നെ ചേർത്ത് പിന്നിയ കിരീടം തലയിലേക്ക് വെച്ചു. അതിൽ ഒരു മുള്ളു കൊണ്ടാൽ മരുഭൂമിയിലെ പാറകൾക്കിടയിൽ വിഷം മുറ്റി നിൽക്കുന്ന തേള് തന്റെ വാല് കൊണ്ട് ഒരാളെ കുത്തിയാൽ അടുത്ത 48 മണിക്കൂറുകൾ അവന്റെ സകല സന്ധികളിലും കട്ടുകിടപ്പുണ്ടായി. 2 ദിവസം മുഴുവൻ അവൻ വേദനിക്കും. അത്ര വേദനയാണ് ഒരു മുള്ളുകൊണ്ടാൽ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്കും നിനക്കും അധികാരം തരേണ്ടതിന് തേളുകൊണ്ട് കുത്തുന്ന വേദനയുള്ള 173 മുള്ളുകൾ ചേർത്ത് പിന്നിയ കിരീടം തല മുഴുവൻ വെച്ചു. 2 പടയാളി ഇടത്തും വലത്തും നിന്നൊരു കോലുകൊണ്ട് ഈ കിരീടം അടിച്ച് ഉറപ്പിക്കുമ്പോൾ 173 മുള്ളുകളിൽ 53 മുള്ളുകൾ ആഞ്ഞിറങ്ങി തലയോട്ടിക്കകത്തേക്ക്. ക്രൂശുമായി ഗബത മുതൽ ഗാഗുൽത്ത വരെ പോകുമ്പോൾ പലവട്ടം വീണു, പലവട്ടം ക്രൂശ് തയ്യുന്നു പോയി, പക്ഷെ മുൾക്കിരീടം പോയില്ല. നിങ്ങൾ കാണുന്നൊരു വള്ളിയായിരുന്നെ ഊരിപ്പോയേനെ. 53 മുള്ളുകൾ ആഴ്ന്നിറങ്ങിയ ക്രൂശ് ഈ കിരീടം പോയില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പാപമെന്ന മാരകമായ വിപത്തിനെ നിന്നിൽ നിന്ന് അകറ്റാൻ യേശുവിന്റെ തലമേൽ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞവന്റെ തലയിൽ വെച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഔദാര്യമായി നീ സ്തോത്രം പറയുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. നിന്നെ നീയാക്കി മാറ്റാൻ, നിന്റെ പാപം മോചിക്കാൻ, നിന്റെ ശാപമഴിക്കാൻ, നിന്റെ രോഗം നീക്കാൻ, നഷ്ടപ്പെട്ട സ്വർഗീയ പരദീസ മടക്കിത്തരാൻ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ ദൈവത്തോട് നിരപ്പാക്കാൻ, നിനക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്ത് മായ്ക്കാൻ, നിനക്ക് വിരോധമായിട്ട് വേർപാട് നടിച്ചുവരിടിക്കാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോട് അടുക്കാൻ കഴിയാതെ ദൈവത്തെ നിന്നെ തമ്മിൽ അകറ്റിയ സകല വേർപാടിനെ നടിച്ചുവരെ ഇടിക്കുക. എന്റെ യേശു അനുഭവിച്ച വേദന എന്തെന്ന് ഈ രാത്രി ഒരു നിമിഷം ഓർത്താൽ നിനക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. നീ നിന്നെ തന്നെ മറന്നു ദൈവത്തെ ആരാധിക്കും. സന്തോഷമുണ്ട് ചേർന്ന് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ. അകത്ത് മുറിവേറ്റ യേശു, മുള്ളുകളാൽ മുറിവേറ്റ യേശു, ആണികളാൽ മുറിവേറ്റ യേശു, ചാട്ടവാറിനാൽ അടികൊണ്ട് മുറിവേറ്റ യേശു, വിലാപ്പുറം കുത്തി കീറിയ യേശു ക്രൂശിൽ കിടക്കുകയാ. ക്രൂശിൽ കിടന്നുകൊണ്ട് ഒന്നാമത് പറഞ്ഞ മൊഴി നല്ല സുബോധത്തോടെ ഹല്ലേലൂയ പറയണം. ഗദസമന മുതൽ ഗാഗുൽത്ത വരെ രക്തം വാർന്നൊഴുകിയിട്ടും സുബോധം പോയില്ല. അർത്താൽ നാട്ടുകാര് തല്ലിക്കൊല്ലുവല്ലായിരുന്നു. ദാരുണമായ കൊലപാതകമല്ല കാൽവറി നടന്നത്. സ്തോത്രം പറയണം. എന്റെ യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ രക്തം മുഴുവൻ വാർന്നൊലിച്ചിട്ടും പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാ അടിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല, അതവിടെ കൂടെ നിന്ന പടയാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അതവിടെ നിന്ന മഹാപുരോഹിതന്മാർക്ക് വേണ്ടിയോ ശാസ്ത്രിമാർക്ക് വേണ്ടിയോ പരിഹസിച്ചവർക്ക് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയല്ല, മുഴുലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ആദാമ്യ വർക്കത്താൽ പിതാവേ, നിന്നെ വെറുപ്പിച്ച സകല പാപങ്ങളും ഇവർ
ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഒന്നാമത് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പാപം ക്ഷമിക്കുന്ന ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. 2, ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരെ ക്രൂശിച്ചിരിക്കുക. അന്ന് റോമന്റെ നിയമമനുസരിച്ച് ഒരാളെ ക്രൂശിച്ചു കൊല്ലണമെങ്കിൽ ക്രൂശിക്കപ്പെടാൻ കാരണമായ കുറ്റം എന്തെന്ന് കുറ്റവാളിയുടെ കഴുത്തേൽ എഴുതി തൂക്കണം. നമ്മളിവിടെ ബാഡ്ജൊക്കെ ഇടുന്നത് പോലെ കുറ്റവാളിയുടെ കഴുത്തേൽ കുറ്റസംഗതിയുണ്ട്. കൂനമ്മാമ്പ് IPC സഭയുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞ് എഴുതി തൂക്കുന്നത് പോലെ കുറ്റവാളി ക്രൂശുമായി പോകുമ്പോൾ കഴുത്തേൽ ഈ കുറ്റസംഗതി വഴിയെ പോകുന്നൊരു വായിക്കണം. എന്താ സംഭവം, ഇവനെ ക്രൂശിക്കാൻ കാരണമെന്നാ? അപ്പൊ 2 പേരുടെ കഴുത്തേൽ കെട്ടിത്തൂക്കിയേക്കുന്നത് ഇവർ ദുഷ്പ്രവർത്തിക്കാർ. പക്ഷെ ഒരുവന്റെ കഴുത്തെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരല്ലേലൂയ പറയണം. രാജാവെന്ന 3 ഭാഷയിൽ, എബ്രായ ഭാഷയിൽ, അരാമ്യ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ 3 ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരല്ലേലൂയ പറഞ്ഞേ. രാജാവിനെ ക്രൂശിച്ച ക്രൂശീകരണമാ കാൽവരി നടന്നത്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ക്രൂശീകരിക്കാൻ കൊണ്ടുപോയി ക്രൂശിന്മേൽ 3 പേരുടെയും കുറ്റം എഴുതി പതിപ്പിച്ചു. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ യേശുവിനെ നോക്കി ദൂഷിച്ചു പറഞ്ഞു. താഴെ നിൽക്കുന്നവർ ദൂഷിക്കുന്നു, പരിഹസിക്കുന്നു, വഴിപോക്കർ നിന്ദിക്കുന്നു. വഴിയറമ്പിലാണ്, യാത്രക്കാർ കണ്ടുപോണം. കാണുന്നവർക്കാണ് തലകുലുക്കി ആക്ഷേപിച്ചു പോന്നു. നീ നിന്നെ അങ്ങ് രക്ഷിക്ക്, പിന്നെ ഞങ്ങളെ രക്ഷിക്ക്. ക്രൂശിക്കിടന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്ക്, പിന്നെ ഞങ്ങളെ രക്ഷിക്ക്. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ ഇടത്തോ വലത്തോ ഒന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവൻ ഈ സഹ പ്രതിയോട് ചോദിക്കുകയാണ്, എടാ നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുക. ഒരല്ലേലൂയ പറയണം. ഒരു പ്രതി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം പറയുകയാണ്, എനിക്ക് ലഭിക്കാവുന്ന ന്യായമായ ശിക്ഷ ലഭിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ന്യായമായ ശിക്ഷ അനുഭവിക്കും, ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുക. എന്നാൽ നീ ദൂഷിക്കുന്ന ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇത് മറ്റാരും പറയല, ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ പറയുക. 2, എടാ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ദൈവഭയമില്ലേടാ? ഒരല്ലേലൂയ പറയണം. ക്രൂശിൽ കിടക്കുകയാണ്, മരിക്കാൻ തുടങ്ങുകയാണ്, എന്നിട്ടും അവൻ എന്തില്ല? ദൈവഭയമില്ല. ഇവൻ ചോദിച്ചു, നിനക്കിപ്പോഴും ദൈവഭയമില്ലേടാ? പ്രൈസ് ദി ലോർഡ്. 3, അവനൊരു കാര്യം മനസ്സിലായി. ഈ റോമൻ ഗവൺമെന്റിന് അവരുടെ നിയമമനുസരിച്ച് എൻ്റെ ദേഹത്തെ കൊല്ലാൻ കഴിയും. എൻ്റെ ദേഹം ചത്തുമാറുന്നത് കൊണ്ട് എൻ്റെ ആത്മാവ് ചാകുന്നില്ല. ചാകാത്ത ഒരാത്മാവ് എനിക്കുണ്ടെന്ന് ക്രൂശേ കിടന്നപ്പോൾ അവന് ബോധ്യപ്പെട്ടു. അടുക്ക കിടക്കുന്നവൻ ആരാന്ന് മനസ്സിലായി. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കൽപ്പുള്ളവനാണ് എന്റെ സമീപത്ത് കിടക്കുന്ന അവന് മനസ്സിലായി. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി സ്നേഹിത, മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും യേശു ആരാന്ന് നീ അറിയണം. ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനാണ് എന്റെ അടുക്കൽ കിടക്കുന്നവന്. അവന് മാത്രമേ എന്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നവന് ബോധ്യപ്പെട്ടു. അല്ലയ, ഒരുത്തൻ ബുദ്ധി കൊണ്ട് യേശുവിനെ കണ്ടു, ഒരുത്തൻ പരിജ്ഞാനത്തിൽ യേശുവിനെ കണ്ടു. അവൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിക്കും, നീ രാജത്വം പ്രാപിക്കും. അന്ന് ദുഷ്പ്രവർത്തിക്കാരനായ എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. യേശു പറഞ്ഞു ഇന്ന്. അന്ന് ഓർക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. പ്രിയരെ, വളരെ വ്യക്തമായി ക്രൂശീകരണം ഒരു കാര്യം പഠിപ്പിക്കുന്നു. സ്നേഹിത, നിന്റെ പാപം യെശയ്യാവ് 1 പറയുന്നവർ എത്ര കടുചുമപ്പായിരുന്നാലും, അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും, ആ പാപത്തെ യേശു ഒരു നിമിഷം കൊണ്ട് കഴുകാൻ മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഉലകത്തിൽ ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത കൊടിയ പാപമായാലും ആ പാപത്തെ കഴുകാൻ പറ്റിയ ഒരു രക്തം ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാ. ഇന്ന് രാത്രി സഹോദര, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിപ്പാൻ ഹല്ലേലൂയ. ആദമിനെ ഔവ്വയും ആട്ടിയിറക്കി പർദീസ തമ്പുരാൻ പൂട്ടിയെങ്കിൽ ദീർഘമായ 4000 വർഷങ്ങൾക്ക് ശേഷം തമ്പുരാൻ മാറ്റിക്കെട്ടിയ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ ഒഴുകപ്പെട്ട രക്തത്താൽ ആ പർദീസ തമ്പുരാൻ രണ്ടാമത് തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു കൊടിയ പാപിയായ പെരുങ്കള്ളനായ ദുഷ്പ്രവർത്തിക്കാരനെ കയ്യെ പിടിച്ചുകൊണ്ടാണ് പർദീസ ഓപ്പൺ ആക്കിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഏത് മനുഷ്യനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ യേശുവിനെ അംഗീകരിച്ചാൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പർദീസയുണ്ട്. യേശു അവനെ നോക്കി പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. അപ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്റെ മാതാവ് നിൽക്കുകയാണ്. ചില സഹോദരിമാർ ഈ ഭീകരമായ കാഴ്ച കാണുവാൻ ഉലകത്തിന് ആരെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ നൊന്ത് പ്രസവിച്ച തന്റെ മകന്റെ ദാരുണമായ ഈ ക്രൂശീകരണം കണ്ട മാതാവ് തനിക്കുണ്ടാകാൻ പോകുന്ന അനാഥത്വം, എനിക്കിനി ആരുമില്ലെന്നുള്ള ചിന്ത തന്നെ ഭരിക്കുന്നത് ക്രൂശിക്കടന്നുകൊണ്ട് യേശു അറിഞ്ഞിട്ട് തന്റെ മാതാവിന്റെ സഹോദരി പുത്രനായ യോഹന്നാനെ ചെറുപ്പം മുതൽ തന്റെ സന്തത സഹചാരിയും 3.5 വർഷം തന്റെ പ്രിയ ശിഷ്യനുമായിരുന്ന യോഹന്നാനെ വിളിച്ചു പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. മരിക്കാൻ നേരത്ത് കടമ മറക്കാതെ അനാഥം അനുഭവിക്കാൻ പോകുന്ന മാതാവിനെ ഉത്തരവാദിത്തമുള്ള ഒരു ഭൃത്യന്റെ കയ്യിലോട്ട് ഫലമേൽപ്പിച്ച ഒരു സ്തോത്രം പറഞ്ഞാട്ട് നമുക്കൊരു വലിയ പാഠമാകട്ടോ, നമുക്കൊരു വലിയ പാഠമാ. ഈ ഒരൊറ്റ പാഠം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് ഓൾഡേജ് ഹോം ഉണ്ടാകത്തില്ലായിരുന്നു. അമ്മയെ വേണ്ടാത്ത, അപ്പനെ വേണ്ടാത്ത ഒരു തലമുറ ഇവിടെ ഉടലെടുക്കുന്നതിന്റെ പിമ്പിൽ മുക്കിന് കൂണ് പോലെ ഇവിടെ ഓൾഡേജ് ഹോമുകൾ ഉണ്ടാകുന്നെങ്കിൽ അർത്ഥം ഈ വാക്യം വായിക്കാത്ത കൊണ്ടാ. മരിക്കാൻ നേരത്തും അമ്മയെ ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കാതെ, അനാഥ മന്ദിരത്തിലാക്കാതെ അമ്മയെ മറ്റൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാൽവറിയിലെ സ്നേഹമോർത്ത് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4-ാമത് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല. ശമരിയുടെ കൊളക്കരയിൽ ശമരിയക്കാരത്തോട് പറഞ്ഞു, അല്പം വെള്ളം കുടിക്കാൻ തരുമോ? അവള് പറഞ്ഞു, നീ ഒരു യഹൂദനല്ലേ? ശമരിയക്കാരിയെ എന്നോട് വെള്ളം ചോദിക്കുന്നു. സംഭാഷണം നീണ്ടു. പ്രവാചകനായിട്ടും യജമാനനായിട്ടും ഒടുവിൽ മശിഹിയായിട്ടും അവൾ കണ്ടെത്തിയപ്പോൾ അവൾ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് ഓടിപ്പോയി. യേശു വെള്ളം കുടിച്ചില്ല. യേശുവിന് ദാഹിച്ച ദാഹം ഇവിടുത്തെ മാനുഷികമായ ജഡത്തിന്റെ ദാഹമല്ല. സ്നേഹിത, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ദാഹമാ. ക്രൂശിൽ കിടന്നപ്പോഴും ദാഹിച്ചത് ഇവിടുത്തെ കൈപ്പേറിയ കാടി കുടിക്കാനുള്ള ദാഹമല്ല, പാപിയായ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹമാ. ഇന്ന് രാത്രി മഴയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൺവെൻഷൻ വെച്ചതിന്റെ ഏക ലക്ഷ്യം ഒരു പാപിയെങ്കിലും ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടാൽ യേശുവിന്റെ ദാഹമാണ് തീരുന്നത്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ക്രൂശിൽ കിടന്നുകൊണ്ട് 4-ാമത് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. 5-ാമതായി യേശു നിലവിളിച്ച നിലവിളി, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് യേശുവിന്റെ നിലവിളിയല്ല കേട്ടോ. ഏതിൽ നിന്ന് മകനായ ആദമിനെ, മകളായ ഔവയെ ആട്ടി പുറത്താക്കിയിട്ട് കോപിഷ്ഠനായ ദൈവം പാപത്തോട് വെറുത്ത് പാപിയെ തള്ളി സ്വർഗത്തിലേക്ക് മടങ്ങുമ്പോൾ ആദാം നിലവിളിച്ച നിലവിളിയാ കേട്ടോ. ആദാമ്യ വർക്കത്തിന്റെ നിലവിളിയാ, എനിക്കും നിനക്കും വേണ്ടിയുള്ള നിലവിളിയാ. നീ എന്നെ കൈവിട്ടതെന്ത്? ഇന്ന് രാത്രി ദൈവം നിന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ സ്നേഹിത, ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും പേടിക്കണ്ട. അപ്പൻ വിട്ടാലോ, അമ്മ വിട്ടാലോ, മക്കൾ വിട്ടാലോ നീ പേടിക്കണ്ട. പക്ഷെ ദൈവം നിന്നെ കൈവിട്ടാ നീ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നിനക്കുലകത്തിൽ ആരെയും പേടിക്കണ്ട. എത്ര പേര് എൻ്റെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ഭാഗത്ത് ദൈവമുണ്ട്, എന്നെ കരുതുന്ന, എന്നെ നടത്തുന്ന, എനിക്ക് ജയം തരുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എൻ്റെ ഇല്ലായ്മ നികത്തുന്ന, എനിക്ക് വഴി തുറക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സ്നേഹിതരെ, ഇന്ന് രാത്രി ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. യേശുക്രിസ്തുവിന്റെ 6ാമത്തെ നിലവിളി നമ്മളിവിടെ വായിച്ചു. യോഹന്നാൻ 19:30 എല്ലാം നിവർത്തിയായി. എന്താണ് നിവർത്തിയായത്? ഉൽപ്പത്തി പുസ്തകം 3:16 പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഒരല്ലേലൂയ പറയണം. സമയം ഓടിപ്പോകുന്നെങ്കിൽ ഞാൻ 1-2 കാര്യം ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് നിവർത്തിയായത്? മനുഷ്യനെ ശപിച്ച്, ചിറക് നഷ്ടപ്പെട്ടെറിഞ്ഞ പാമ്പിനെ ശപിച്ച് യഹോവയായ ദൈവം പറഞ്ഞു, ശാപത്തിനപ്പുറത്തൊരു വാഗ്ദത്തമുണ്ട്. സ്ത്രീയുടെ സന്തതി ഈ സർപ്പത്തിന്റെ തല തകർക്കും. നിന്നെ മനുഷ്യ, നിന്നെ പാപത്തിലേക്ക് വലിച്ചിഴച്ച, മരണത്തിന് കാരണമായ പാപത്തിലേക്ക് വലിച്ചിഴച്ച ഈ പാപത്തിന് കാരണക്കാരനായ പിശാചിന്റെ തലയെ തകർക്കാൻ ഒരുത്തൻ ഉലകത്തിൽ വരും. അവന്റെ പേര് പുരുഷന്റെ സന്തതി എന്നല്ല, അവന്റെ പേര് സ്ത്രീയുടെ സന്തതി എന്ന. സ്വത്രം പറയണം. ഉൽപ്പത്തി 3:16 പറഞ്ഞ പ്രവചനം നിവർത്തിയായി കാൽവറി മരണത്തിൽ. ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇവിടെ ജനിച്ച മുഴുവൻ മനുഷ്യരും അറിയപ്പെടുന്നത് അപ്പന്റെ പേരില്ല. തോമാച്ചന്റെ മകനെ, മത്തായിച്ചന്റെ മകനെ, മറിയ അന്ന് പറഞ്ഞു വരുമ്പോൾ ആരും അമ്മയുടെ മോനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറില്ല. ഇവിടെ അമ്മയുടെ മോനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഒരാളേ ഉള്ളൂ. പുരുഷ ബന്ധമില്ലാതെ, പുരുഷ രക്തമില്ലാതെ, പുരുഷ ബീജമില്ലാതെ ഈ ലോകത്ത് ജനിച്ച ഒരാളുണ്ട്. അതെ, സ്ത്രീയായ മറിയ ചോദിച്ചു, ദൂത അതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, അതെങ്ങനെ സംഭവിക്കും? ഉത്തരം ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഉത്ഭവിക്കുന്ന പ്രജ ഒരു വിശുദ്ധ പ്രജയായിരിക്കും. ഒരു സ്തോത്രം പറയണം. ഈ ഉലകത്തിൽ ജനിച്ച ആരും വിശുദ്ധ പ്രജയല്ല, എല്ലാം ആദാമ്യ രക്തത്തിൽ പിറന്നവരാ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇവിടെ ജനിച്ച മുഴുവൻ മനുഷ്യരും പാപത്തിൽ ഗർഭം ധരിക്കപ്പെട്ടവരാണ്. പാപമില്ലാതെ ഗർഭം ധരിച്ച ഒരാളെ ഉള്ളൂ, അത് വിശുദ്ധയായ കന്യക മറിയാമിലൂടെ ഉലകത്തിൽ ജന്മമെടുത്ത യേശുക്രിസ്തു മാത്രം. പുരുഷ ബന്ധമില്ലാതെ അത്യുന്നതന്റെ ശക്തിയാൽ ഉലകത്തിൽ മനുഷ്യനായി പിറന്ന യേശുവിന്റെ പേര് സ്ത്രീയുടെ സന്തതി. ഒരല്ലേലൂയ പറയണം. സ്ത്രീയുടെ സന്തതി, സ്ത്രീയുടെ സന്തതി. അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ പ്രവചനം കാൽവറി നിവർത്തിയായപ്പോൾ യേശു മനുഷ്യവർഗത്തെ നോക്കി പറഞ്ഞു, എല്ലാം നിവർത്തിയായി. 2, മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാളകളുടെ യാഗം, കോലാട്ടുകൊറ്റന്മാരുടെ യാഗം, ആട്ടുകൊറ്റന്മാരുടെ യാഗം, പശുക്കിടാക്കളുടെ പശുഭസ്മം ഒക്കെ കൊണ്ട് ആണ്ടുതോറും മഹാപുരോഹിതന്മാർ പാപപരിഹാര യാഗങ്ങൾ നടത്തിയെങ്കിലും ഒന്നും സമ്പൂർണ്ണ പാപപരിഹാരമല്ലായിരുന്നു. എന്നാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ അന്യന്റെ രക്തം കൊണ്ടല്ല, മറ്റു മൃഗങ്ങളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കയറി മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവിന്റെ കാൽവരി മരണത്തിൽ നമുക്ക് ലഭിച്ചത് സമ്പൂർണ്ണ പാപപരിഹാരമാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഒരിക്കൽ നീ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി കൈക്കൊണ്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപം നീ രക്തത്താൽ കഴുകണമേ എന്നൊരു വാക്ക് പറയുന്ന നിമിഷത്തിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നിനക്ക് ലഭിക്കുന്നത് സമ്പൂർണ്ണ പാപപരിഹാരമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രൂശിൽ കിടന്നവനെ 1 സെക്കൻഡ് കൊണ്ട് പറുദീസയിൽ എത്തിക്കുന്ന പാപപരിഹാരമാ കാൽവറി നടന്നത്. 1 പ്രവചനത്തിന് നിവർത്തി, 2 സമ്പൂർണ്ണ പാപപരിഹാരം, 3 മനുഷ്യവർഗത്തിന്റെ ശത്രുവായ കൊടിയ പാമ്പായ മഹാസർപ്പമായ സാത്താന്റെ തലയെ കാൽവറി മരണത്താൽ തകർത്തു. നിവർത്തിയായി എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ വിഴുങ്ങാൻ നിന്ന പൈശാചിക ശക്തിയുടെ തലയെ
കാൽവറി തകർക്കുകയായിരുന്നു. ഇന്നത്തെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിന്റെ കുടുംബത്തിന് വിരോധമായി അലറിയെടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ തല തകർക്കുന്നത് കാൽവറിയിലാണെങ്കിൽ നീ യേശുവിന്റെ രക്തത്താൽ ജയം എന്നൊരു വാക്ക് നിന്റെ നാവിന് പുറപ്പെടുമ്പോൾ, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ പൈശാചിക പാളയങ്ങൾ വിറയ്ക്കുകയാ. ഇന്നത്തെ കൂനമ്മാവിൽ എതിരായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയം തരുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമമാ. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ച്. തീർന്നില്ല. എന്താണ് നിവൃത്തിയായത്? നീതിമാനായ ദൈവത്തെയും പാപിയായ മനുഷ്യനെയും തമ്മിൽ, അകന്നുപോയ മനുഷ്യനെയും അകന്നുപോയ ദൈവത്തെയും തമ്മിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കൈ, ഒരു കൈ പിതാവിന്റെ കയ്യിലും ഒരു കൈ മനുഷ്യന്റെ കയ്യിലും പിടിച്ചുകൊണ്ട് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പാക്കിയ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ മറ്റു മധ്യസ്ഥന്മാരാരുമില്ല കേട്ടോ. ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ പാപിയായ മനുഷ്യനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ പാപം മോചിക്കാൻ കഴിയത്തുള്ളൂ. യേശുവാണ് ഉലകത്തെ നോക്കി വെല്ലുവിളിച്ചത്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് വെല്ലുവിളിച്ച ഒരു പാപപരിഹാരം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാ. അതുകൊണ്ടാ പൗലോസ് എഴുതിയത്, മറ്റൊരുത്തന് രക്ഷയില്ല. സ്തോത്രം പറയണം. മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ദൈവം നൽകിയ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ. എന്താണ് നിവർത്തിയായത്? കൊട്ടിയടച്ച പർദീസ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ മകനാകാനുള്ള ഭാഗ്യം നമുക്ക് തിരിച്ചു തന്നു. നമുക്ക് ഏതിന് നഷ്ടപ്പെട്ട പുത്രത്വമാകട്ടെ. പുത്രത്വം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു. ലൂക്കോസ് എഴുതിയേക്കുന്ന ആദാം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകനായിരുന്ന ആദാം പാപം ചെയ്തപ്പോ നഷ്ടപ്പെട്ടത് പുത്രത്വമാണ്, പോയത് തേജസ. ക്രിസ്തു കാൽവറി മരിച്ചപ്പോൾ അനേക പുത്രന്മാരെ തിരിച്ച് തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നമ്മുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയെങ്കിൽ കാൽവറി മരണത്തിൽ സംഭവിച്ചത് നഷ്ടപ്പെട്ട തേജസ് മടക്കി തരികയായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം അറിയാത്തൊരു ദൈവ തേജസ് രക്ഷിക്കപ്പെട്ടവരുടെ മുഖത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ കാണുമ്പോൾ പിശാചിന്റെ ശക്തിക്കറിയാം ഇതൊരു സാധാരണ വ്യക്തിയല്ല, ഇത് രക്തത്താൽ കഴുകിയ വ്യക്തിയാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകിയ വ്യക്തിയുടെ മുമ്പിൽ ഒരു പൈശാചിക ശക്തി നിവരെ നിൽക്കത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ കാൽവരി മരണത്തിൽ എന്താണ് നിവൃത്തിയായത്? മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായ വേർപാടിന്റെ നടുച്ചുവര് ദൈവം ഇടിച്ചു മാറ്റി. ആലയത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായി കീറി മാറിയെങ്കിൽ അർത്ഥം ആണ്ടിലൊരിക്കൽ പാപപരിഹാര രക്തവുമായി കയറുന്ന മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാൻ കഴിയാമായിരുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വന്ന് ആ പൊന്മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ കാൽവരി മരണത്തോട് നമുക്ക് സ്വന്തമാക്കി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാ പൗലോസ് മരിക്കുന്നതിന് തൊട്ടു മുമ്പേ തീമോഥെയോസേ, യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട അപ്പം മിച്ചമെടുത്ത് മുക്കിന് തട്ടുകട ആരംഭിക്കാനല്ല മോനെ, മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനല്ല, നയിലെ വിധവയുടെ കൊച്ചിനെ എഴുന്നേൽപ്പിക്കാനല്ല. അതൊക്കെ സംഭവിച്ചത് ആ യാത്രയിൽ കണ്ടതെല്ലാം വിടുതലായതാ. പക്ഷെ യേശു വന്നത്, ക്രിസ്തു യേശു ചേർന്ന് പറയുമോ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഉലകത്തിൽ നിന്ന് ജീവിക്കുന്ന 750 കോടി ജനങ്ങളും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആവർത്തിച്ചു പറയുന്നു. ക്രിസ്തുവേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാ. ലോകത്തിലെ ഏറ്റവും വലിയ രോഗസ്നേഹിത ഹാർട്ട് അറ്റാക്ക് അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ രോഗം ബ്രെയിൻ ട്യൂമർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ രോഗം ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, ലുക്കേമിയ അല്ല, ഏറ്റവും വലിയ രോഗം എയ്ഡ്സ് അല്ല, HIV അല്ല, ഏറ്റവും വലിയ രോഗം കോവിഡ് അല്ല. എല്ലാത്തിനും
മരുന്നുണ്ട്, കിഡ്നി ട്രബിൾ ആണെങ്കിൽ ഡയാലിസിസ് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഓപ്പൺ സർജറി ഉണ്ട്, ഇല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ട് വിടും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്യാൻസർ ആണെങ്കിൽ ഹീമോയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ചികിത്സയില്ലാത്ത ഒരു രോഗം പാപമാണ്. ഹല്ലേലൂയ. പാപത്തിന് ചികിത്സയില്ല കേട്ടോ. സ്കാനിങ്ങിൽ തെളിയത്തില്ല, എക്സ്റേയിൽ തെളിയത്തില്ല, MRI തെളിയത്തില്ല. നിന്റെ പാപം കടിച്ചുമപ്പായിരിക്കുകയാ. കടിച്ചുമപ്പായ നിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. എത്ര ഭീകരമായ കൊടിയ പാപമായാലും നീ ഒറ്റ വാക്കിലിരിക്കുന്നിടത്തിരുന്നു കൊണ്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ അപ്പാ സ്വർഗം വെടിഞ്ഞ് താണലോകത്തിൽ വന്ന് ഞങ്ങൾ ഒരുവനെ പോലെ ജീവിച്ച് കാൽവറി ക്രൂശിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ തൂങ്ങപ്പെട്ട് അവസാനത്തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നത്. പ്രിയരെ, ഇവിടെ ആരുടെ രക്തം ഈ ഭൂമിയിൽ വീണാലും അടുത്ത 24 സെക്കൻഡ് മിനിറ്റിനുള്ളിൽ അത് കട്ട പിടിക്കും. കട്ട പിടിക്കാത്ത ഒരു രക്തമേ ഉലകത്തിലുള്ള. കഴിഞ്ഞ 2025 വർഷമായിട്ട് ലൈവായിട്ട് ഒഴുകുന്ന ഒരു രക്തമുണ്ട്. അത് പാപമില്ലാത്ത പരിശുദ്ധനായ യേശുവിന്റെ രക്തമാ. ഇന്ന് രാത്രിയിലും ആ രക്തം നിന്നോട് സംസാരിക്കുക. സമയത്തിന്റെ പരിമിതി, ഞാൻ പ്രസംഗം നിർത്തിയാലും ആ രക്തം സംസാരം നിർത്തത്തില്ല. ഇന്ന് രാത്രി ആ രക്തം നിന്നോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞെ, നിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവറിയിൽ 30 മുതൽ തിരുവയസ്സിൽ അതേ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് പിടഞ്ഞ് മരിച്ചതെന്ന് പറയുമ്പോൾ, സ്നേഹിത, നിന്റെ പാപ പരിഹാരത്തിന് വേണ്ടിയുള്ളതെല്ലാം കാൽവറിയിൽ നിവർത്തിയായി. ഏതിന് വന്ന് ദൈവം ചോദിച്ച, ആദമേ നീ എവിടെ? ആദാം ഉത്തരം പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് ഒരു മരത്തിന് മറഞ്ഞിരിക്കുക. അർത്ഥാൽ ഇന്നലെ വരെ യഹോവയായ ദൈവത്തോട് കൂടെ സഞ്ചരിച്ച ആദാം ഇന്ന് വന്നപ്പോൾ ഒരു മരം അവനെ മറച്ചു. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ മറച്ച മരത്തിന് മറഞ്ഞു പോയ മനുഷ്യനെ ദൈവത്തിങ്ങനെ കൊണ്ടുവരുവാൻ ആ മരത്തെ യേശു തന്റെ ശരീരം കൊണ്ട് മറച്ചു. അതാ കാൽവറിയിലെ മരണം. ഏത് മരമാണോ മനുഷ്യനെ കാൽവറിയിലെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ആ മരത്തെ യേശു തന്റെ ദേഹമാകുന്ന തിരശ്ശീല കൊണ്ട് മറച്ചിട്ട് തന്റെ ദേഹമാകുന്ന തിരശ്ശീല 2 കീറി ദൈവത്തിന്റെ അടുക്കലേക്കുള്ള പുതുവഴി നമുക്കായി തുറന്നിട്ട് പറഞ്ഞു, എല്ലാം നിവർത്തിയായി. നീ ഇനി അതിനുവേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിച്ച് കാലെ ചെരിപ്പിടാതെ ഈ ടാറിങ്ങിലൂടെ നടന്ന് റാന്നി കൂടെ വരുവൊന്നും വേണ്ട. നീ വെളുത്ത വസ്ത്രം മാറി കറുത്ത വസ്ത്രം ധരിക്കുകയോ, നീ മീശ വളർത്തിക്കൊണ്ട് നടക്കുകയോ, മുടി വെട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യണ്ട. മെഴുകിരി കത്തിക്കുകയോ, സാമ്പ്രാണി കത്തിക്കുകയോ, കോഴിയെ വെട്ടോ, കുരുതി കഴിക്കുകയോ ഒന്നും വേണ്ട. നീ ഈ രക്തത്തറുന്ന് കഴുകൽ പ്രാപിച്ചാൽ മതി. ഈ യേശുവിനെ ഒന്ന് വിശ്വസിച്ചാൽ മതി. അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമയുണ്ട്. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശു കാൽവറിയിൽ കിടന്നുകൊണ്ട് തന്റെ 7 മൊഴികളിൽ ഏറ്റവും ശ്രദ്ധേയമായ മൊഴി വിളിച്ചു പറഞ്ഞു, എല്ലാം നിവർത്തിയായി. ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. ഇവിടുന്ന് ചുമടെടുത്തുകൊണ്ട് നടന്നു വരണ്ട, ഉരുളി കമത്തണ്ട, ചുറ്റുമുരുളണ്ട, കുളത്തി മുങ്ങണ്ട. നീ ആകെ ചെയ്യേണ്ടത് പാപപരിഹാരത്തിന് വിശ്വസിക്കുക. നിക്കോദീമോസ് യേശുവിന്റെ അടുക്ക വന്നു. യേശുവിന് ഒരാളെ കാണുമ്പോൾ ആരംഭവും അവസാനവും അറിയാം. ഒരു സ്തോത്രം പറഞ്ഞേ. നിക്കോദീമോസ് വന്ന ഒറ്റ നോട്ടത്തിൽ യേശുവിന്റെ അടുക്ക വന്ന് പറഞ്ഞു, കർത്താവേ, നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിരിക്കുന്നതും ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഞാൻ അറിയുന്നു. വളരെ പുകഴ്ത്തി സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞു, നിക്കോദീമോസേ, ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിക്കോദീമോസിന്റെ കയറിയപ്പോൾ യേശുവിനെ അറിയാം, ഇവനാണ് 3.5 വർഷം കഴിഞ്ഞ് 2 കള്ളന്മാരുടെ നടുവിൽ ഞാൻ ക്രൂശിക്കപ്പെട്ട് സ്വന്തം തോളി തല ചായച്ച് മരിച്ചു കിടക്കുമ്പോൾ 3 ആണി ഊരി എന്റെ ബോഡി ക്രൂശ് എന്ന് ഇറക്കുന്നത് ഇവനാണ്. ഇവന്റെ പോക്കറ്റിലെ സാലറി കൊണ്ടാണ് എന്നെ നിലത്ത് കിടത്താനുള്ള നിർമ്മല ശീലം മേടിക്കുന്നത്. ഇവന്റെ കയ്യിലെ കാശ് കൊണ്ടാണ് 100 റാത്തൽ സുഗന്ധം ആ തിരശ്ശീലയിൽ പൊതിയുന്നത്. 1 റാത്തൽ സുഗന്ധത്തിന്റെ വില നമ്മുടെ യൂദ പറഞ്ഞിട്ടുള്ള അറിവ് നമുക്കുണ്ട്. മറിയ യേശുവിന്റെ കാല് കഴുകിയ ആ 1 റാത്തൽ സുഗന്ധത്തിന് 300 വെള്ളിക്കാശ് വില വരുമെന്ന യൂദ കണക്കാക്കി.
അങ്ങനെയാണ് 100 റാത്തൽ സുഗന്ധത്തിന് എത്ര വെള്ളിക്കാശ് നിങ്ങൾ കൂട്ടിയാൽ മതി. അത്രയും വിലപിടിപ്പുള്ള സുഗന്ധം ഈ നിർമ്മലശീലയിൽ വെക്കുന്നത് നിക്കോദീമോസിന്റെ പൈസയ്ക്കാണ്. യേശുവിന്റെ മുഖം മറയ്ക്കാനുള്ള റൂമാല് മേടിക്കുന്നത് നിക്കോദീമോസിന്റെ പൈസയ്ക്കാണ്. അരിമത്തിയിലെ മന്ത്രിയായ യോസഫ് കാക്കലും നിക്കോദീമോസ് തലയ്ക്കലും പിടിച്ചുകൊണ്ട് ഈ ബോഡി അരിമത്തിലെ യോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയിൽ വെക്കുന്നത് നിക്കോദീമോസ് ആണെന്ന് യേശുവിന് അറിയാം. എന്നിട്ടും യേശു പറഞ്ഞു, കുഞ്ഞെ, ബോഡി ചുമന്നത് കൊണ്ടോ, തിരശീല വിരിച്ചത് കൊണ്ടോ, സുഗന്ധം വെച്ചത് കൊണ്ടോ, റൂമാല് കൊണ്ട് മറച്ചത് കൊണ്ടോ, എന്റെ ബോഡി ചുമന്നുകൊണ്ട് കല്ലറയെ കൊണ്ടുപോയത് കൊണ്ടോ ദൈവരാജ്യത്തിൽ പോത്തില്ല. ദൈവരാജ്യത്തിൽ ഒറ്റ വ്യവസ്ഥയുള്ളൂ, നീ പുതുതായി ജനിക്കണം. എത്ര സന്തോഷമുണ്ട്! ഈ വലിയ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അവൻ ചോദിച്ചു, ഞാൻ ഇത്രയും പ്രായമായി, ഇനി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി രണ്ടാമത് ജനിക്കുന്നത് എങ്ങനെയാ? യേശു പറഞ്ഞു, മോനെ, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, നീ ആത്മാവ് ജനിക്കണം. ആത്മാവ് ജനിക്കുന്നത് ആത്മാവാകുന്നു. യേശു ആവർത്തിച്ചു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിലാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഇന്ന് രാത്രി പ്രിയരെ, കൺവെൻഷന്റെ ഏക ലക്ഷ്യം നീ ദൈവരാജ്യം കാണണം, ദൈവരാജ്യത്തിൽ കടക്കണം. ഈ ലോകം വിളിച്ചു പറയുന്നു യേശുവിന്റെ വരവടുത്തു. ലോക സംഭവങ്ങളെല്ലാം ആ യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുകയാണ്. ഈ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങൾ സഭയുടെ കാന്തനായ പ്രാണപ്രിയനായ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകെ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു സഭയാകുന്ന രക്തത്താൽ വീണ്ടെടുത്ത മണവാട്ടിയെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ വരാൻ പോകുകയാണ്. കാഹളം ധ്വനിക്കും. യേശു മധ്യാകാശത്ത് വെളിപ്പെടും. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം മുഴങ്ങും. അന്ന് ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും കല്ലറകളെ ഭേദിച്ച് ഉയർപ്പിന്റെ ശരീരവുമായിട്ട് എഴുന്നേറ്റ് വരും. അന്ന് ജീവനോടെ ശേഷിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് കൃപയിൽ നിൽക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടും. ഈ മൺശരീരം മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരം, ഈ മൺകൂടാരം ഉരിഞ്ഞിവിടെ ഇട്ടിട്ട് ഒരു രൂപാന്തര ശരീരം പ്രാപിക്കും. രൂപാന്തര ശരീരം പ്രാപിക്കുന്ന നാമും ഉയർപ്പിന്റെ ശരീരം പ്രാപിച്ച വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. സ്നേഹിത, നീ കൈവിടപ്പെട്ടു പോകരുത്. നിനക്ക് അതിനു വേണ്ടി ആകെ മുടക്കേണ്ടത് ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി. യേശുവേ, എന്റെ പാപത്തെ ആ രക്തം കൊണ്ടൊന്ന് കഴുകി എന്നെ കൊണ്ട് നിന്റെ മകനാക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരോട് എഴുതി ചേർക്കണമേ. സ്നേഹിത സഹോദരി, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 2ാമത്തെ മരണമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഹൃദയത്തിൽ നിനക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന് എല്ലാം നിവർത്തിച്ച യേശുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ? ഹല്ലേലൂയ. തോമസ് അവനെ വിളിച്ചു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളോവേ എന്ന് വിളിച്ചവൾ ഇന്ന് രാത്രി എത്ര പേര് അതരം കൊണ്ട് പറയും, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളോവേ? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിരിക്കുന്നിടത്തു നിന്ന് ഒരു നിമിഷം തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് 7 മൊഴികൾ പറഞ്ഞ് ഗെത്സമനയിൽ അകത്ത് മുറിവേറ്റ്, മുള്ളുകളാൽ തലയിൽ മുറിവേറ്റ്, ചാട്ടവാറിനാൽ പുറം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ട്, അവന്റെ അടിപ്പിടലുകളാൽ നിനക്ക് സൗഖ്യം അയച്ച്, കാരിരുമ്പാണികളാൽ കൈകൾ കാലുകൾ തുളയ്ക്കപ്പെട്ട്, വിലാപ്പുറ കുന്തം കൊണ്ട് മുറിവേൽക്കപ്പെട്ട്, അവസാനത്തുള്ളി രക്തവും വെള്ളവും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. നിന്റെ തലമുറയെ സ്നേഹിക്കുന്നു. വ്യർത്ഥമായ ഏതെങ്കിലും പാരമ്പര്യങ്ങളുടെ പിന്നാലെ നിന്റെ ജീവിതം പാഴാക്കാതെ ഇന്ന് രാത്രിയിൽ സമാധാനം തരുന്ന, രക്ഷ തരുന്ന, നിത്യജീവൻ തരുന്ന, നിത്യസ്വർഗം തരുന്ന, നഷ്ടപ്പെട്ട പരദീസ മടക്കി തരുന്ന ഈ യേശുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ, അവന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാകുന്ന സ്നാനം അനുസരിപ്പാൻ, വെള്ളത്തിലിറങ്ങിയ അഭിഷക്തന്മാരുടെ കൈക്കീഴെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ, വീണ്ടെടുപ്പിനാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അച്ചാരമായി പ്രാപിപ്പാൻ,
അഭിഷേകത്തോടെ ജീവിതകാലം വേർപാടും വിശുദ്ധിയും പാലിച്ച് ഈ ഭൂമിയിൽ കഴിക്കാൻ ഇതിനകത്ത് നിന്നെ സമർപ്പിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നിന്റെ രക്ഷയുടെ രാത്രിയാണ്. ഇതാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാ ദിവസം. ഇന്നത്തെ ദിവസം നീ പാഴാക്കാതെ, യേശുവേ ഞാൻ ഒറ്റയ്ക്ക് ഭവനത്തിലേക്ക് മടങ്ങത്തില്ല. യെരൂശലേം വിട്ട് എമ്മോസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ ഏതാണ്ട് 12 മൈലുകൾ 8 നാഴിക യേശു അവരുടെ കൂടെ നടന്നെങ്കിൽ ഇന്ന് രാത്രി ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ യേശു വരട്ടെ. സക്കായിയുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിച്ച് യേശു പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നിന്റെ ഭവനത്തിൽ ഇന്ന് രാത്രി രക്ഷ വരട്ടെ. നീ ഒറ്റയ്ക്ക് പോകല്ലേ, യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകും. നിന്റെ വീടിന് രക്ഷ വരുന്ന രാത്രിയാണ്. നീയും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട് രക്ഷ വന്നു എന്ന് പറഞ്ഞതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന യേശുവിന്റെ അത്ഭുതമുള്ള കരം നിന്നെ രാത്രി വിടുവിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ കണ്ണുകളും അടയട്ടെ. നല്ല കർത്താവേ, കൂനമാവില് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഒരു കൺവെൻഷൻ കൂടെ ക്രമീകരിപ്പാൻ നിന്റെ ദാസന്റെയും വിശ്വാസി മക്കളുടെ ഉള്ളത്തിൽ ദൈവം പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തല്ലോ. ഈ രാത്രി അകത്തും പുറത്തുമായി ദൈവവചനം കേട്ട, ലൈവിൽ കേട്ട ആരെങ്കിലും ഈ രക്ഷയുടെ സന്തോഷം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ രക്ഷയുടെ ഉല്ലാസ വസ്ത്രം ധരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്ന, ഇസ്രായേൽ ആനന്ദിക്കുന്ന ഒരു വലിയ ദൈവിക സന്തോഷം അവരുടെ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ അഭിഷക്തന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ, ദുഃഖങ്ങൾ, ശാപങ്ങൾ എല്ലാം ഈ കൂടാരങ്ങളെ വിട്ടുമാറട്ടെ. അടയപ്പെട്ട ദുഷ്ടന്റെ എല്ലാ വഴികൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നിന്റെ മക്കൾക്കായി തുറക്കപ്പെടട്ടെ. മണ്ണിട്ട് മൂടപ്പെട്ട എല്ലാ ആത്മീക ഉറവകൾ ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഇവർക്കായി തുറക്കപ്പെടട്ടെ. ഈ ജനത്തെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.